എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നാടൻ രീതിയിലുള്ള അടിപൊളി ഒരു മാങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവിനാവശ്യമായ കാന്താരിമുളക് ചേർക്കാം. ഞാനിവിടെ പഴുത്ത കാന്താരിയും പച്ച കാന്താരിയും മിക്സഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാന്താരിമുളകിൻ്റെ സ്ഥാനത്ത് 2-3 പച്ചമുളക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 ചെറിയുള്ളി, ഇത്രയും ചേരുവകൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ചെടുത്തതിലേക്ക് പാകത്തിന് ഉപ്പും 3-4 ഇല കറിവേപ്പിലയും അരമുറി തേങ്ങ ചിരകിയതും ചേർത്ത് അരച്ചെടുക്കാം. ഞാനിവിടെ അരയ്ക്കുമ്പോൾ മിക്സി പൾസ് ചെയ്താണ് അരയ്ക്കുന്നത്. ഒരുപാട് അരഞ്ഞു പോകാതെ ഇരിക്കാനാണ് പൾസ് ചെയ്തടിക്കുന്നത്. ചമ്മന്തി ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആകുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുന്ന ചമ്മന്തിക്കാണ്. അതുകൊണ്ട് ഞാനിവിടെ പൾസ് ചെയ്ത് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം വീണ്ടും പൾസ് മോഡിലിട്ട് അടിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്താൽ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന തരത്തിലുള്ള പിന്നെയും കൂട്ടാൻ തോന്നുന്ന ടേസ്റ്റിലുള്ള അടിപൊളി ചമ്മന്തി കിട്ടും. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തനി നാടൻ രീതിയിലുള്ള മാങ്ങച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.